Hi students, welcome to class Aura. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആണ്. നമ്മൾ ഇന്റഗ്രേഷനും ഡെഫിനിറ്റ് ഇന്റഗ്രലും നല്ല ഭംഗിയായി പഠിച്ചു കഴിഞ്ഞു. ഈ ചാപ്റ്ററും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ് മാത്രം നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളൂ. 2 കർവ് നമുക്ക് ഡിലീറ്റഡ് ആണ്, കഴിഞ്ഞ വർഷം തൊട്ട് ഡിലീറ്റഡ് ആണ്. അപ്പോൾ അത് ഈ വർഷവും ഇല്ല എന്നാണ് പറയുന്നത്. ഈ ടോപ്പിക്ക് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് മാത്രം പഠിച്ചാൽ ഇതിനകത്തു നിന്നുള്ള 9 മാർക്കോളം നമ്മുടെ കയ്യിലിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്? നമ്മൾ 2 കർവ്സുകൾ തരും. ഇപ്പോൾ പരാബോള തരാം, എലിപ്സ്, സർക്കിൾസ്, ഇതിൻ്റെ എല്ലാം ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമ്മൾ സർക്കിളിൻ്റെ ഏരിയ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ ഏരിയ ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചേക്കണം എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ ഈ ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ അതിൻ്റെ ഏരിയ എല്ലാം കണ്ടുപിടിച്ചേക്കണം. അപ്പം നമ്മൾ ഈ ഫോർമുല ഇതിനകത്തുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതിൻ്റെ ലിമിറ്റാണോ കൊടുക്കണമെന്ന് നോക്കണം. എക്സിൻ്റെ ലിമിറ്റാണ് കൊടുക്കണമെങ്കിൽ എക്സ് ഈക്വൽ ടു എ ടു ബി ആണെങ്കിൽ ഇവിടെ ഡി എക്സ് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് വൈ വരും. അതല്ല, നമ്മൾ വൈയുടെ ലിമിറ്റാണ് കൊടുക്കുന്നത്, വൈ ഈക്വൽ ടു എ ടു ബി ആണ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഡി വൈ വരും. ഡി വൈ വന്നാൽ ഇവിടെ എക്സ് വരും. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം ഒരു പരാബോളയുടെ ഏരിയ, ഇവിടെ നമ്മളൊരു പരാബോളയെ നമ്മൾ ലാറ്റസ് റെക്റ്റം ഒരു ലൈൻ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പോർഷൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നോക്കുക, ഒരു സർക്കിള് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ഈ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 4 പോർഷൻ്റെ ഏരിയ കൂടെ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ എലിപ്റ്റിക്കൽ ഷേപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എലിപ്സിൻ്റെ ഏരിയ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കേർസുകളെല്ലാം വരുന്ന ഏരിയ ആണ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ ഏത് ലിമിറ്റാണോ ഇവിടെ കൊടുക്കണേന്ന് നോക്കുക. നമുക്ക് തന്നേക്കണ ലിമിറ്റ് നോക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒറ്റ കാര്യം ഓർത്ത് വെച്ചാൽ എക്സിൻ്റെ ലിമിറ്റാണ് തരുന്നതെങ്കിൽ ഇവിടെ ഡി എക്സ് ആയിരിക്കും. ഇവിടെ ഡി എക്സ് വന്നാൽ ഇവിടെ വൈ ആയിരിക്കും. നമ്മൾ എടുക്കുന്നത് വൈയുടെ ലിമിറ്റ് ആണെങ്കിൽ ഡി വൈ ആയിരിക്കും. ഡി വൈ വന്നാൽ ഇവിടെ എക്സ് ആയിരിക്കും. ഈ ഒരൊറ്റ കാര്യം ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏത് പ്രോബ്ലവും ചെയ്യാൻ പറ്റും. അത് നമുക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്ററിലെ മാർക്ക് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ ടൈപ്പായിട്ട് തിരിച്ച് അതിൻ്റെ ഓരോന്നിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 തിരിച്ചാണ് പ്രോബ്ലം പറയുന്നത്. അപ്പോൾ ടൈപ്പ് 1 വരുന്ന പരാബോളയും ലൈനുമാണ്. അപ്പോൾ അങ്ങനെ ടൈപ്പ് തിരിച്ച് നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോയാൽ മതി. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ആൻഡ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 1. ഈ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു പരാബോളയാണ്. പരാബോള വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ഏത് ആക്സിനെ ടച്ച് ചെയ്തു പോകും? വൈ ആക്സിനെ ടച്ച് ചെയ്തു പോകും. അപ്പോൾ പരാബോള വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പരാബോള വൈ ആക്സിസിനെ ടച്ച് ചെയ്തു പോകും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒരു വാല്യൂ പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഒറിജിനാണ് 0 ആണ്. എക്സിൻ്റെ വാല്യൂ 0 മുതൽ എക്സിൻ്റെ വാല്യൂ 1 വരെ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഏകദേശം നമ്മൾ നോക്കിയിട്ട് അങ്ങ് എടുത്താൽ മതി. ഇവിടെ 1 കൊടുക്കാം. നേരെ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ നേരെ അങ്ങ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഏരിയ ആയി. ഇപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 1 0 വരും. വൈ കോർഡിനേറ്റ് 0, എക്സ് എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ഫിഗർ വരയ്ക്കുക. വൈ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസിനെ ടച്ച് ചെയ്ത് പോകുന്ന പരാബോളയാണ്. പോസിറ്റീവ് എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് പരാബോള എങ്ങനെ പോകും? വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ പരാബോള വൈ ആക്സിസിനെ ടച്ച് ചെയ്ത് എക്സ് ആക്സിസിന്റെ പാരലായിട്ട് പോകും, സിമെട്രിക് ആയിട്ട് പോകും. അതാണ് ഈ പരാബോള നമുക്ക് തന്നേക്കണ പരാബോള. ഇനി നമ്മുടെ വാല്യൂ എക്സ് 0 ആകുമ്പോൾ ഇത് ഒറിജിനാണ്, 0 കൊടുത്തു. ഇനി എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഏകദേശം നോക്കി അങ്ങ് വരച്ചിട്ട് ലൈൻ അതിന് കറസ്പോണ്ടിങ് വരച്ചാൽ മതി. എക്സ് ഈക്വൽ ടു 1 0 നമ്മുടെ ഫിഗർ റെഡിയായി. ഇനി നമ്മൾ നോക്കുക, ആദ്യം ഈ എക്സ് ആക്സിന്നോ വൈ ആക്സിന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഏരിയയ്ക്ക് മാറ്റമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അതുകൊണ്ട് നമ്മളോട് എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ആൻസർ എഴുതുക. ഇവിടെ നമ്മൾ ഏതിൻ്റെ ലിമിറ്റാണ് നമുക്ക് തന്നേക്കണേ? എക്സിൻ്റെ ലിമിറ്റാണ് അല്ലേ? ആദ്യം അപ്പം നമ്മുടെ റിക്വയർഡ് ഏരിയ എഴുതണം. റിക്വയർഡ് ഏരിയ എന്ന് എഴുതുന്നതിന് മുമ്പ് നമ്മുടെ ക്വസ്റ്റിനകത്ത് നോക്കണം. ഈ ക്വസ്റ്റിനകത്ത് എബവ് എക്സ് ആക്സിസ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നോക്കുകയാണ് എബവ് എക്സ് ആക്സിസ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ
എബവ് എക്സ് ആക്സിസ്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഏരിയ മാത്രം എടുത്താൽ മതി. അപ്പൊ നമ്മുടെ ലിമിറ്റ് ഇവിടെ ഏതിന്റെ ഫോർമുല തന്നേക്കണേ? എക്സിന്റെ ലിമിറ്റ് ആണ് തന്നേക്കണേ. അപ്പൊ എക്സ് എഴുതണം. എക്സിന്റെ ലിമിറ്റ് എ ടു ബി. എക്സിന്റെ ലിമിറ്റ് ആണെങ്കിൽ ഇവിടെ ഡി എക്സ് വരും, ഇവിടെ ഡി എക്സ് വന്നാൽ ഇവിടെ വൈ വരും. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ തന്നേക്കണ ലിമിറ്റിംഗ് വാല്യൂ, അതായത് എവിടെ തൊട്ട് എവിടെ വരെയാണോ എക്സിന് ലിമിറ്റ് തന്നേക്കണേ നോക്കാം. ആ ലിമിറ്റിനനുസരിച്ച് നമ്മൾ ഫോർമുല ഇക്വേഷൻ എഴുതുക. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ റിക്വയർഡ് ഏരിയ നമുക്ക് കിട്ടി. എബവ് എക്സ് ആക്സിസ് എന്നാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമുക്ക് റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സിന്റെ ലിമിറ്റ് എ ടു ബി. ഇവിടെ എക്സിന്റെ ലിമിറ്റ് കൊടുത്തോണ്ട് ഇവിടെ ഡി എക്സ്, ഇവിടെ ഡി എക്സ് വന്നുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് വൈ ഇവിടെ. അപ്പൊ നമ്മൾ ഇവിടെ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ എക്സിന്റെ ലിമിറ്റ് എന്നാ തന്നേക്കണം? എക്സിന്റെ ലിമിറ്റ് 0 to 1. ദെൻ ഡി എക്സ് അങ്ങനെ തന്നെ എഴുതി. നമ്മുടെ വൈ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനകത്ത് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? √x വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 1/2 വരും. അപ്പൊ നമുക്ക് എന്താണോ ലിമിറ്റിംഗ് വാല്യൂ വരുന്നത് ഈ ഫോർമുല എഴുതിയതിന് ശേഷം മാത്രം നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോയാൽ മതി. അപ്പൊ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്, വൈ എന്ന് പറയുന്നത് √x. അപ്പൊ എക്സ് റൈസ് ടു 1/2. അത് ഈ ക്വസ്റ്റിനെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? എക്സ് റൈസ് ടു 1/2 ഡി എക്സ് ആയി. കറക്റ്റ് അല്ലേ? എക്സിന്റെ ലിമിറ്റ് 0 to 1 ഇൻറ്റു എക്സ് റൈസ് ടു 1/2 ഡി എക്സ് ആയി. ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എക്സ് റൈസ് ടു 1/2 ഇന്റഗ്രൽ എന്നാ മക്കളെ? എക്സ് റൈസ് ടു ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് റൈസ് ടു 1/2 എന്തായിരിക്കും? എക്സ് റൈസ് ടു 1/2 + 1 ഡിവൈഡഡ് ബൈ 1/2 + 1. ദെൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അവിടെ കൊടുക്കുക. നമ്മൾ വാല്യൂ കൊടുത്തു. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. എക്സ് റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൽ തന്നെ അറിയാം 1 + 2 കൂട്ടിയാൽ മതി 3/2 ഡിവൈഡഡ് ബൈ താഴെയും 3/2 വരും. അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് 0 കൊടുക്കുക. എപ്പോഴും നമ്മൾക്കറിയാം നമ്മുടെ ലിമിറ്റിംഗ് വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാമുള്ളൂ? ആദ്യമേ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കണം, മൈനസ് ലോവർ ലിമിറ്റേ കൊടുക്കാമുള്ളൂ. അപ്പൊ നമ്മൾ ഈ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക. 1/3/2 ബൈ 3/2 മൈനസ് ഈ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ടേം മൊത്തം എന്തായി മാറി? 0 ആയി മാറി. അപ്പൊ -0 വരും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഈ 3/2 നേരെ മോളിൽ പോകുമ്പോൾ 2/3 ആയി -0 വരും. അപ്പൊ നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് 2/3 കിട്ടും. ഇനി നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് എബവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചോ. നമ്മുടെ ക്വസ്റ്റിനകത്ത് മൊത്തം ഫൈൻഡ് റിക്വയർഡ് ഏരിയ എന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, അതായത് നോട്ടായിട്ട് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. ഫൈൻഡ് റിക്വയർഡ് ഏരിയ എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞേക്കണമെങ്കിൽ, അതായത് ഈ എബവ് എക്സ് ആക്സിസ് ഇല്ല എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ പോർഷൻ്റെ ഏരിയയും വരും, താഴത്തെ ഏരിയയും കൂടെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ എന്ത് ചെയ്യണം? 2 റിക്വയർഡ് ഏരിയ. അപ്പം എവിടെ എന്താവും? 2 ഇൻറ്റു ടോട്ടൽ ഏരിയ ആവും. 2 ഇൻറ്റു 2/3 വരും. അപ്പം ആൻസർ ഈസ് 4/3 വരും. എങ്ങനെയാണെങ്കിലാണ് നമ്മൾ റിക്വയർഡ് ഏരിയ എന്ന് റിക്വയർഡ് ഏരിയക്കകത്ത് എബവ് എക്സ് ആക്സിസ് പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എബവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ മാത്രം നമുക്ക് ആൻസർ ഇത് വരും, സ്ക്വയർ യൂണിറ്റ് വരും. പക്ഷേ നമ്മൾ അത് പറഞ്ഞിട്ടില്ല. എബവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞ ഫൈൻഡ് റിക്വയർഡ് ഏരിയ എന്ന് മാത്രമാണ് പറഞ്ഞേക്കണമെങ്കിൽ, എക്സ് ആക്സിസ് ഇല്ല എങ്കിൽ ആ തന്നേക്കണ ഏരിയ നമുക്ക് എന്ത് വേണം? ഈ കിട്ടുന്ന ഏരിയ 2 ഇൻറ്റു 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമ്മുടെ ആൻസർ 4/3 സ്ക്വയർ യൂണിറ്റ് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ചാൽ മതി. പിന്നെ താഴെ ഇതങ്ങ് എഴുതി വെച്ചാലും നമുക്ക് അതിനകത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അഡീഷണൽ ചെയ്താൽ ഓർത്തോളും, മാർക്ക് കിട്ടി പൊക്കോളും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y² 2x ആൻഡ് x = 1 ആൻഡ് x = 4. ഇവിടെ നോക്കാം, നമ്മൾ കർവ് y² 2x ആണ്. അപ്പോൾ അത് പരാബോളയാണെന്ന് മനസ്സിലായി. അത് ഏത് പരാബോളയായിരിക്കും? ഏത് ആക്സിനായിരിക്കും അവിടെ ടച്ച് ചെയ്ത് പോകുന്നത്? y² = 2x എന്ന് പറഞ്ഞ പരാബോളയും ഒറിജിനിൽ കൂടെ പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x. പരാബോളയ്ക്ക് 2x എന്ന് പറഞ്ഞാലും 4x എന്ന് പറഞ്ഞാലും ഒന്നും മാറ്റമൊന്നുമില്ല. നമ്മൾ ഒറിജിനിൽ കൂടെ പോവുകയാണെങ്കിൽ y ആക്സിനെ ടച്ച് ചെയ്ത് എക്സ് ആക്സിന് സിമെട്രിക്കലായിട്ട് പാരലായിട്ട് പോകും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ലിമിറ്റിംഗ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എക്സിൻ്റെ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഏകദേശം ഇച്ചിരിയുടെ മാറ്റിയും കൊടുക്കുക, ഇവിടെ 4 കൊടുക്കുക. അപ്പോൾ ഏതാണോ നമ്മൾ പരാബോള വന്നിരിക്കുന്നത് അത് കറക്റ്റൊന്നും വേണ്ട, ഒരു ഇച്ചിരിയുടെ മാറ്റി 1, ഇവിടെ 4. അപ്പോൾ നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എങ്ങനെ പോകും? ഇങ്ങനെ പോകും. എബവ് എക്സ് ആക്സിസ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ഫുൾ എടുക്കണം. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഫുൾ ഏരിയ ആണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ഏരിയ ഇവിടുത്തെ കോർഡിനേറ്റ് അപ്പോൾ 10 വരും, ഇവിടുത്തെ കോർഡിനേറ്റ് 40 വരും. അപ്പോൾ ഈ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ്റെ ഏരിയ ആണ്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ എടുത്തിട്ട് നമ്മൾ 2 കൊണ്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോട്ടൽ ഏരിയ ആവും. അപ്പോൾ നമ്മൾ ആദ്യം ഏരിയ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി, റിക്വയർഡ് ഏരിയ എന്ന് എഴുതണ്ട. അത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മാറ്റി ലാസ്റ്റ് എഴുതിയാൽ മതി, ഏരിയ എന്ന് എഴുതുക. അവിടെ നമ്മുടെ ലിമിറ്റ് എക്സിന്റെ ലിമിറ്റ് തന്നേക്കണം, x 1 4 ആണ്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് a to b, ഇവിടെ എക്സിന്റെ ലിമിറ്റ് ആയതുകൊണ്ട് ഇവിടെ dx വരും, ഇവിടെ dx ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും, y വരും. നമ്മൾ എക്സിന്റെ ലിമിറ്റ് ആണെങ്കിൽ dx, ഇവിടെ dx ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് y വരും. അപ്പൊ നമ്മുടെ ആൻസർ തന്നെ x = a to b y dx എന്ന് വരും. അപ്പൊ ഇതിനകത്ത് ഏതിന്റെ വാല്യൂ കൊടുക്കണം? കാരണം എക്സിന്റെ ലിമിറ്റ് ആണ് കൊടുക്കണമെങ്കിൽ ഏരിയ എന്ന് എഴുതുക. ഏരിയ എക്സിന്റെ ലിമിറ്റ് 1 to 4, ഇവിടെ dx, ഇവിടെ y. അപ്പൊ നമ്മൾ y ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, y കണ്ടുപിടിക്കണം. നമുക്ക് y² എന്ത് തന്നിട്ടുണ്ട്, 2x എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നത് √2x ആണ്. ഇതിനെ നമുക്ക് √2 എഴുതാം, ഇത് നമുക്ക് എന്ത് എഴുതാം, x⁻² എഴുതാം. കാരണം √ab എന്ന് പറഞ്ഞാൽ √a × √b ആണ്. അപ്പോൾ √2x എന്ന് പറഞ്ഞാൽ എന്താണ്, √2 × √x വരും. √x എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് അവിടെ എപ്പോഴും എന്ത് എഴുതണം, x⁻² എഴുതണം. നമുക്ക് y-യുടെ വാല്യൂ കിട്ടി, അപ്പോൾ ഇത് ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇന്റഗ്രൽ x = 1 to 4 dx അങ്ങനെ തന്നെ വരും. ഇവിടെ y എന്ന് പറയുന്നത് √2 × x⁻² വരും. എപ്പോഴും എക്സിന്റെ ലിമിറ്റ് ആണെങ്കിൽ dx നമ്മൾ ഓർത്ത് വെച്ചോളം മാറിപ്പോകരുത്, മാറ്റി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റാണ് കേട്ടോ. അപ്പൊ ഇനി ഇതിന്റെ ആൻസർ ചെയ്താൽ മതി. √2 പുറത്തേക്ക് എടുത്തു, x⁻² ഇന്റഗ്രൽ എന്നാ, x⁻³ / 3/2 വരും. അപ്പർ ലിമിറ്റ് 1 to 4 കൊടുക്കാം. കാരണം 1/2 എന്ന് പറഞ്ഞാൽ ഈ 1 + 2 കൂട്ടിയിട്ട് താഴെ 2 എഴുതിയാൽ മതി. അല്ലെങ്കിൽ അത് നമ്മൾ എഴുതി ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഓൾറെഡി നേരെ നമുക്ക് അതിൻ്റെ ആൻസർ അങ്ങ് എഴുതാം. ഇനി നമ്മുടെ ആൻസർ നോക്കി, 2 അങ്ങനെ തന്നെ വരും. √2 അതായത് 3/2 എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2/3 വരും. പിന്നെ നമ്മുടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4/3/2 വരും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/3/2 വരും. നമ്മൾ ആദ്യമേ അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു, ഈ 4 കൊടുത്തു, പിന്നെ ഈ 1 കൊടുത്തു. 3/2 ഓൾറെഡി നമ്മൾ നേരെ റെസിപ്രോക്കൽ എടുത്ത് ഔട്ട് സൈഡ് ബ്രാക്കറ്റിന് പുറത്താക്കി 2/3 എന്നാക്കി. ക്ലിയർ ആയല്ലോ മക്കളെ? ദെൻ ആൻസർ ഈസ് 2 √2 / 3. ഈ 4/3/2 നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ നേരത്തെ 4-നെ നമുക്ക് 2² എന്ന് എഴുതാം, ⁻³ എഴുതാം. 1-നെ എത്ര പ്രാവശ്യം പവർ 3/2 ആയിക്കോട്ടെ, 5/2 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, ഏത് വാല്യൂ വന്നാലും ആ 1-ന്റെ പവർ എന്ത് വന്നാലും ആൻസർ 1 തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ 1 ആക്കി കിട്ടി. അപ്പോൾ ഇവിടെ നോക്കി 2 ക്യാൻസൽ ആയിപ്പോയി. അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്താൽ മതി, അല്ലാതെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 2/3 എന്ന് പറഞ്ഞാൽ 8 വരും, -1 വരും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് 8 - 1 7 വരും. അപ്പോൾ 7 × 2√2 / 3 വരും. അപ്പോൾ ആൻസർ ഈസ് 14 √2 / 3 വരും. ഇത് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടുള്ളൂ. നമ്മളോട് ഇവിടെ എബവ് എക്സ് ആക്സിസ് എന്നോ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നോ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു ക്വാഡ്രന്റ് ഏരിയ മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. പക്ഷെ ഇത് പറയാത്ത സ്ഥിതിക്ക് നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 × 42 √2 / √3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 28 √3 / 3 സ്ക്വയർ യൂണിറ്റ് വരും. അപ്പം √2 ആണ് കേട്ടോ, √2 / സ്ക്വയർ യൂണിറ്റ് വരും. ഇവിടെ എന്താ പ്രത്യേകത എന്നറിയാൻ പറ്റും. റിക്വയർഡ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ സെയിം ഉള്ള ഏരിയ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ഏരിയ ഡബിൾ ചെയ്താൽ മതി. ഇവിടെ ഒരുപോലെ ഇവിടെ ഒരുപോലെയാണ് പറയുന്നത്. കാരണം ഇത് എപ്പോഴും എക്സ് ആക്സിന് പാരലായിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഈ ഏരിയയും ഈക്വലാണ്. അതുകൊണ്ടാണ് നമ്മൾ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന് ഏതുകൊണ്ട് പ്രോഡക്റ്റ് ചെയ്ത് 2 കൊണ്ട് പ്രോഡക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇതേ ടൈപ്പിൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the region bounded by the curve y² 4x to the lattice rectum പറഞ്ഞേക്കണേ. ഇവിടെ നമ്മൾ വേറെ എക്സിന് ലിമിറ്റിംഗ് വാല്യൂ ഒന്നും തന്നിട്ടില്ല. ടു ദ ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാബോള ജനറൽ പരാബോളയാണ്. y² 4x എന്ന് പറഞ്ഞ പരാബോള എപ്പോഴും എവിടെ ടച്ച് ചെയ്ത് പോകും? y ആക്സിനെ ടച്ച് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ ടു ദ ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ചുമ്മാ ഒന്നങ്ങ് വരച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഏരിയ, അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് നമുക്ക് a0 എടുക്കാം, നേരെ ഇവിടെ 0 0 വരും. അപ്പം ഈ പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്താൽ മതി? ഡബിൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. കാരണം ഇവിടെ എബവ് എക്സ് ആക്സിസ് ഫസ്റ്റ് ക്വാഡ്രന്റിനോ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ
പരാബോള വൈ സ്ക്വയർ 4ax ടു ദ ലാറ്റസ് റെക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പരാബോളയെ നമ്മൾ എങ്ങനെ വരച്ചു? വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും വൈ ആക്സിനെ ടച്ച് ചെയ്ത് പോകും. വൈ സ്ക്വയർ 4ax എന്ന് പറഞ്ഞ പരാബോള എപ്പോഴും വൈ ആക്സിനെ ടച്ച് ചെയ്ത് പോകും. അപ്പം നമ്മൾ ആദ്യം ഇവിടുത്തെ ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ വൈ സ്ക്വയർ 4ax എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒറിജിനിൽ കൂടെ പോണ പരാബോളയാണ്. അപ്പോൾ ഇവിടെ 0 0 വരും. ഇവിടെ 4axനകത്ത് കിടക്കുന്ന നമ്പർ 4a എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ എ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജനറൽ പരാബോളയാണ്. A0 എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ എന്ന് എഴുതിയാൽ മതി. എപ്പോഴും റിക്വയർഡ് ഏരിയ എന്ന് നമ്മൾ പിന്നെ എഴുതിയാൽ മതി, നോക്കിയിട്ട് എഴുതിയാൽ മതി. x = a to b. എക്സിൻ്റെ ലിമിറ്റാണ്. അപ്പോൾ ഇവിടെ dx വരും. ഇവിടെ dx വന്നാൽ ഇവിടെ y വരും. എപ്പോഴും നമ്മൾ ഫോർമുല എഴുതുമ്പോൾ തന്നെ അങ്ങനെ എഴുതി പഠിക്കാൻ പോകും. അപ്പോൾ നമുക്ക് തെറ്റിപ്പോവില്ല. ഇനി എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ 0 ആണ്. അടുത്ത ലിമിറ്റ് എന്ന് പറഞ്ഞാൽ a ആണ്. അപ്പോൾ നമ്മുടെ ഏരിയ x = 0 to a into dx ഇവിടെ = y വരും. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? y കണ്ടുപിടിക്കണം. y എന്ന് പറഞ്ഞാൽ എന്താണ്? y സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ax ആണ്. അപ്പോൾ y എന്ന് പറഞ്ഞാൽ √4ax ആണ്. കാരണം y സ്ക്വയർ 4ax ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 4ax ആണ്. അപ്പോൾ 4 റൂട്ടിൻ്റെ 4 എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 വരും. റൂട്ട് a എന്ന് പറഞ്ഞാൽ a വരും. അതിന് പെർഫെക്റ്റ് റൂട്ട് ഇല്ല. എക്സിൻ്റെ പവർ നമ്മൾ 1/2 എഴുതും. എപ്പോഴും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിന് ഇൻ്റഗ്രൽ വാല്യൂ എളുപ്പത്തിന് എടുക്കാൻ പാകത്തിന് നമ്മൾ ആ ഇക്വേഷനെ മാറ്റണം. അപ്പോൾ √4 എന്ന് പറഞ്ഞാൽ എന്താ? പെർഫെക്റ്റ് റൂട്ട് ഉണ്ട്. 2 എഴുതി. എക്ക് നമ്മൾ സ്ക്വയർ ഇല്ല. അപ്പോൾ അത് റൂട്ടിനകത്ത് എഴുതി. എക്സിന് നമ്മൾ സ്ക്വയർ ഇല്ല. അപ്പോൾ x⁻1/2 എഴുതി. √x എന്ന് പറഞ്ഞാൽ x⁻1/2 ആണ്. അപ്പോൾ നമ്മൾ ഈ വൈക്ക് വാല്യൂ കൊടുത്തു. x = 0 to a. y എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മുടെ 2√a അല്ലേ? അപ്പോൾ 2√a x⁻1/2 into dx എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം ഈ 2√a കോൺസ്റ്റന്റ് ആണ്. അത് നമുക്ക് പുറത്തെടുക്കാം അല്ലേ? അപ്പോൾ therefore 2√a കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇന്റഗ്രൽ 0 to a, എക്സിന്റെ ലിമിറ്റ് 0 to a x⁻1/2 dx എന്ന് നമുക്ക് കിട്ടും. ഓൾറെഡി 2√a കോൺസ്റ്റന്റ് ആണ്. അത് പുറത്തേക്ക് വന്നു. x⁻1/2 എന്ന് പറഞ്ഞ ഇന്റഗ്രൽ എന്നാ? x⁻3/2 ഡിവൈഡഡ് ബൈ 3/2 ആണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം 1/2 എന്ന് പറഞ്ഞാൽ ഈ 1 + 2 3, പിന്നെ ഈ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതേ വാല്യൂ തന്നെ ഇവിടെ വരും. കാരണം ഇന്റഗ്രൽ x⁻n എന്നാ? x⁻n എന്ന് പറയണത് x⁻n+1/n+1 ആണ്. അപ്പോൾ ആ ഫോർമുല നമ്മൾ ഇവിടെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റും കൊടുക്കുക, ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയാവും നോക്കി? 2√a അങ്ങനെ തന്നെ വരും. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ a⁻3/2 വരും. 3/2 ഡിവൈഡഡ് ബൈ 3/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഓൾറെഡി അത് 0 ആയി. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. 3/2നെ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ബൈ 2 മോളി വരും. അപ്പോൾ 4√a വരും ബൈ 3 വരും. a⁻3/2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് a³ ആണ്. a³ നമുക്ക് എങ്ങനെ എഴുതാം? 4√a അങ്ങനെ തന്നെ എഴുതി, ബൈ 3 അങ്ങനെ തന്നെ എഴുതി. ഇതിനെ a² × a എന്ന് എഴുതാം. ഒരു a² നിന്ന് ഒരു a പുറത്ത് വരാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 4a√a, ഒരു √a അങ്ങനെ തന്നെ വരും. √a വരും ബൈ 3 വരും. ഈ √a കൂടെ വരുമ്പോൾ a വരുമല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്നാ വരും? 4a/3a² വരും. ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഒരു a വരും. ഇത് രണ്ടും a ആവും. അപ്പോൾ നമ്മളിവിടെ എന്ത് വരും? 4a² / 3 വരും. ഇനി റിക്വയർഡ് ഏരിയ എഴുതണം. കാരണം നമ്മൾ എബവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇത് മതി, അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഇത് മതി. ഇവിടെ നമുക്ക് പറയാം ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ ആണിത്, ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഏരിയ ആണിത്. പക്ഷെ നമ്മൾ എന്താണ് എബവ് എക്സ് ആക്സിസ് എന്നോ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നോ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 2 × 4a² / 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8a² / 3 വരും. സ്ക്വയർ യൂണിറ്റ് വരും. നമ്മുടെ ആൻസർ ആയി. ക്ലിയർ ആയി?